പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 29 വെള്ളി. പ്രധാന വാർത്തകൾ. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ബിദിയ മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 13 സ്ഥാപനങ്ങൾ സന്ദർശിച്ച സംഘം 2 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്ത ഒരു സ്ഥാപനം അടച്ചുപൂട്ടി. ഉപയോഗയോഗ്യമല്ലാത്ത 158 ഇനങ്ങളും 2 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്തതായും നഗരസഭ അറിയിച്ചു. സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ സൗകര്യങ്ങൾ നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചതിന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് 9,49,659.200 റിയാൽ, 20 കോടിയിലധികം ഇന്ത്യൻ രൂപ ഒമാൻ കോടതി പിഴയിട്ടതിന് പിന്നാലെ ആശങ്കയുമായി രക്ഷിതാക്കൾ. പിഴ ഇനത്തിൽ ഇത്രയും തുക അടയ്ക്കേണ്ടി വരുന്നതോടെ ഫീസ് ഇനത്തിലും മറ്റുമായി വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കിയേക്കുമെന്നും ഇത് വലിയ സാമ്പത്തിക ഭാരം ഇതുമൂലം ഉണ്ടാകുമെന്നുമുള്ള ആശങ്കയിലാണ് രക്ഷിതാക്കൾ. ബർക്കയിൽ ഇന്ത്യൻ സ്കൂൾ ആരംഭിക്കുന്നതിനായി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകുന്നതിന് കെട്ടിട ഉടമയുമായുള്ള ലീസ് ഹോൾഡ് കരാർ ലംഘിച്ചതിനാണ് പിഴ. അൽ ജനീന പ്രദേശത്ത് സ്കൂളിന് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കുകയും ബന്ധപ്പെട്ട അനുമതികൾ നേടുകയും ചെയ്തത് കൈമാറുന്നതിനായിരുന്നു കെട്ടിട ഉടമയുമായി 2015 സ്കൂൾ ബോർഡ് കരാർ ഒപ്പിട്ടത്. ഇതുപ്രകാരം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും മറ്റും ചെയ്തെങ്കിലും കരാറിൽ നിന്ന് ഇന്ത്യൻ സ്കൂൾ ബോർഡ് പിന്മാറുകയായിരുന്നു. ഇതോടെ കെട്ടിട ഉടമ കോടതിയെ സമീപിച്ചു. വർഷങ്ങളുടെ നിയമവ്യവഹാരത്തിനു ശേഷമാണ് ഇപ്പോൾ വിധിയുണ്ടായത്. 20 വർഷത്തേക്ക് കണക്കാക്കിയ ലീസ് ഹോൾഡ് കരാർ ലംഘിക്കപ്പെട്ടുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയും തുക നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുന്നത്. പിഴത്തുകയ്ക്ക് പുറമെ കേസ് നടത്തിപ്പ് ചെലവുകളും നൽകേണ്ടതുണ്ട്. അതേസമയം ഇത്രയും പണം ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ഖജനാവിൽ നിന്നും നൽകേണ്ട സ്ഥിതിയാണ് ഉള്ളത്. തുക കണ്ടെത്തേണ്ട ഭാരം വിദ്യാർത്ഥികളിലേക്ക് വന്നാൽ അത് രക്ഷിതാക്കൾക്ക് വലിയ തിരിച്ചടിയാകും. ഒമാനിൽ 22 ഇന്ത്യൻ സ്കൂളുകളിലായി 47,000-ൽ പരം വിദ്യാർത്ഥികളാണ് ബോർഡിന് കീഴിൽ പഠനം നടത്തുന്നത്. ഭീമമായ തുക ബോർഡ് തന്നെ അടയ്ക്കേണ്ടതിനാൽ ഈ സാമ്പത്തിക ഭാരം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നതാണ് ആശങ്ക. ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്നും വലിയ തുകയാണ് ഓരോ അധ്യയന വർഷവും ഈടാക്കുന്നതെന്നും പ്രവേശനം നേടുമ്പോഴും തുടർന്ന് ഫീസ് ഇനത്തിലും തുടങ്ങി വലിയ തുക ഇപ്പോൾ തന്നെ ചെലവഴിക്കേണ്ടി വരുന്നതായും രക്ഷിതാക്കൾ പറഞ്ഞു. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നാളുകളിൽ വിവിധ പേരുകളിൽ സ്കൂളിൽ പണം ആവശ്യപ്പെടാനും ഫീസ് നിരക്കുയർത്താനും സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നതായും ഇതിനോട് സഹകരിക്കാൻ സാധിക്കില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഹൈമ വിലായത്തിൽ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും മെറ്റൽ വയറുകൾ മോഷ്ടിച്ച പ്രവാസികൾ അറസ്റ്റിലായി. 2 ഏഷ്യൻ പൗരന്മാരെയാണ് പിടികൂടിയതെന്ന് സെൻട്രൽ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറിയിച്ചു. പ്രതികൾക്കെതിരെ റോയൽ ഒമാൻ പോലീസ് നിയമ നടപടികൾ പൂർത്തിയാക്കി. മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് വീണതിനെ തുടർന്ന് കടലിൽ കാണാതായ ആളിനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സൂർ വിലായത്തിലെ അൽബാർ ഏരിയയ്ക്ക് സമീപം വ്യാഴാഴ്ചയാണ് ഇയാൾ കടലിൽ വീഴുന്നത്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടയിലാണ് സംഭവം. അബ്ദുൽ ഹാദി അൽ സാൽറ്റിയെ അവസാനമായി കണ്ടത് രാത്രി 9 മണിക്കാണെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. ബോട്ടിന്റെ മുൻവശത്ത് ഇരിക്കുന്നതായാണ് കണ്ടത്. വീഴുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓക്കാനം, തലകറക്കം എന്നിവ അനുഭവപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഹെലികോപ്റ്ററും മുങ്ങൽ വിദഗ്ധരും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും തിരച്ചിലുമായി രംഗത്തുണ്ട്. സോക്ക ലോകകപ്പ് 6A സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന് മസ്കത്തിൽ ഇന്ന് കിക്ക് ഓഫ്. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ലോകമെമ്പാടുമുള്ള 40 ടീമുകൾ മാറ്റുരയ്ക്കും. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലെ സ്പോർട്സ് മേക്കേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് നാദിർ ബിൻ ജലന്തൽ സയ്യിദ് കാർമ്മികത്വം വഹിക്കും. രാജ്യത്ത് ഇന്നു മുതൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച വരെ വടക്കൻ ഗവർണറേറ്റുകളിലായിരിക്കും കാറ്റും മഴയും ഉണ്ടാകുക. അൽ ഹജർ പർവ്വത നിരകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തേക്കും.
വരും ദിവസങ്ങളിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി താപനിലയിൽ പ്രകടമായ മാറ്റം വരും. മുസന്തം ബുറൈമി, ദാഹിറ, ദാഖ്ലിയ, അൽവുസ്ത, ധോഫാർ ഗവർണറേറ്റുകളിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളെ ബാധിക്കുന്ന കാറ്റ് ദിവസങ്ങളോളം തുടരുമെന്നാണ് കരുതുന്നത്. കടൽ പ്രക്ഷുബ്ധമാകും. മുസന്തം, ഒമാൻ കടൽ തീരങ്ങളിൽ 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് ഇന്ന് സലാലയിൽ നടക്കും. കോൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു. സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പരിസരത്ത് 29-ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ക്യാമ്പ്. സലാലയിലും സമീപ പ്രദേശങ്ങളിലും ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കോൺസുലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. വൈകുന്നേരം 5:30-ന് ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് 7 മണി വരെ തുടരും. ഇന്ത്യൻ അംബാസിഡർ ശ്രീ അമിത് നാരംഗ് നേതൃത്വം നൽകും. ഓപ്പൺ ഹൗസിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം. അന്വേഷണങ്ങൾക്ക് എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ 9828222270, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സലാല നമ്പർ 968-914-9110-27, 968232325600 എന്നിവയിൽ ബന്ധപ്പെടാമെന്ന് എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് തുർക്കിയിൽ ഊഷ്മള വരവേൽപ്പ്. അങ്കാറയിലെ എസൻപോക ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാൻ നേരിട്ട് എത്തിയാണ് സ്വീകരിച്ചത്. പിന്നീട് സുൽത്താനെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളോടെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് ആനയിച്ചു. അതിനുശേഷം തുർക്കി പ്രസിഡന്റിന്റെ അകമ്പടിയോടെ സുൽത്താൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. സുൽത്താന്റെ സന്ദർശനം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് ഉഭയകക്ഷി ബന്ധം വ്യാപിപ്പിക്കുന്നതിനും സഹായകമാകും. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാനുമായി സുൽത്താൻ കൂടിക്കാഴ്ചയും നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ സഹകരണങ്ങളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും കൈമാറി. സുൽത്താനെ അനുഗമിക്കുന്ന പ്രതിനിധി സംഘം തുർക്കിയിലെ വിവിധ മന്ത്രിമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായി തുടർന്ന് കൂടിക്കാഴ്ച നടത്തും. കുപ്പിവെള്ളത്തിൽ ലയിപ്പിച്ച് ക്രിസ്റ്റൽ മെത്ത് കടത്തിയ പ്രതികൾ അറസ്റ്റിൽ. തെക്കൻ പാത്തിന ഗവർണറേറ്റിലാണ് 2 ഏഷ്യക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്റി നർക്കോട്ടിക്, ആന്റി സൈക്രോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗമാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് എക്സിൽ അറിയിച്ചു. അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിന് സായാഹ്ന സെഷനോടെ തുടക്കമായി. സീബ് സ്റ്റേഡിയത്തിൽ കോച്ച് റാഷിദ് ജാബിറിന്റെ മേൽനോട്ടത്തിലാണ് പരിശീലനം നടക്കുന്നത്. 5 ദിവസങ്ങളിലായി ഇവിടെ ക്യാമ്പ് തുടരും. കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരിക്കും ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.